ബർജീൽ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസ് പ്രസൻറ്റ് ചെയ്യുന്ന സമ്പാദ്യം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ഒന്ന് ഫിനാൻഷ്യൽ പ്ലാനിങ്, രണ്ടാമത് സാമ്പത്തിക അച്ചടക്കം, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന വിഷയമാണ്. ഇന്ന് ഞാൻ പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുന്നത് സമ്പാദ്യമെന്നാണ്. സാധാരണ ആളുകളോട് ഞാൻ ക്ലാസ്സുകളെല്ലാം നടത്തുമ്പോൾ എന്താണ് സമ്പാദ്യം എന്ന് ചോദിക്കും. അത് ചോദിച്ചാൽ ഉടനെ ഉത്തരം പറയാം, ചെലവ് കഴിച്ച് ബാക്കി വരുന്നത് എന്നാണ്. ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന ഉത്തരം അതാണ്. വീണ്ടും അവരോട് ചോദിക്കും, ഇതേ ചോദ്യം നിങ്ങളോടെല്ലാം ചോദിക്കുക, നിങ്ങൾ എത്ര പേർക്ക് ചെലവ് കഴിച്ച് ബാക്കി വരുന്നുണ്ട് എന്ന് ചോദിച്ചാൽ കൈ ഉയർത്താൻ പറഞ്ഞാൽ 5% പേർക്ക് പോലും ചെലവ് കഴിച്ച് ബാക്കി വരുന്നുണ്ടായിരിക്കില്ല. ഇതാണ് അവസ്ഥ. അതേ സമയത്ത് നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റണം. നമ്മൾ സമ്പാദിക്കുന്നത് എന്തിനാണ് എന്ന് കഴിഞ്ഞ 2 എപ്പിസോഡിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ ജോലിയില്ലാത്തൊരു കാലം വരും. ആ കാലത്ത് ആ 60 വയസ്സിന് ശേഷമെല്ലാം 25 30 കൊല്ലമൊക്കെ ജീവിക്കേണ്ടി വരും. ആ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ നല്ല കാലത്ത്, നമ്മുടെ ഗോൾഡൻ ഇറ എന്ന് പറയുന്ന 25 മുതൽ 60 വയസ്സ് വരെയുള്ള കാലത്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചതുണ്ടല്ലോ, സമ്പാദിച്ചു വെച്ചതുണ്ടല്ലോ, അത് നിക്ഷേപമാക്കി മാറ്റി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ സമ്പാദിക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഫോർമുലയുണ്ട്. 2-3 കാര്യങ്ങൾ ഓർക്കുക. സമ്പാദിക്കാത്തതുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ചിത്രം മനസ്സിൽ പതിച്ചു വെക്കുക. എന്നിട്ട് എപ്പോഴും ഓർക്കുക, അദ്ദേഹത്തിനുണ്ടായ ദുരവസ്ഥ എനിക്കുണ്ടാവരുതെന്ന്. എന്നിട്ട് തീരുമാനിക്കുക, എത്രയാണോ നിങ്ങളെ വരുമാനം, ശമ്പളം എന്തോ ആവട്ടെ, അതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 20% മാറ്റിവെക്കാൻ ശ്രമിക്കുക. ആ 20% നിങ്ങളുടേതല്ല, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ചെലവായിട്ട് കാണുക, അതങ്ങ് മാറ്റിവെക്കുക. ബാക്കിയുള്ളത് കൊണ്ട് ജീവിക്കുക. ആ ജീവിതം പ്രവാസികളാണെങ്കിൽ പ്രവാസിയായിട്ട് വിദേശത്ത് ജീവിക്കുന്ന ആളും അങ്ങനെ ജീവിക്കണം. പ്രവാസിയെ ആശ്രയിച്ച് നാട്ടിലുള്ള കുടുംബാംഗങ്ങളും അതുപോലെ ജീവിക്കണം. അവർക്കും 20% കുറവേ കിട്ടാൻ പാടുള്ളൂ, അവർക്ക് അയച്ചു കൊടുക്കുന്നതും. എന്നിട്ട് അവരോട് പറയുക, ഇങ്ങനൊരാവശ്യത്തിന് ഞാൻ 20% മാറ്റിവെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ 20% കുറച്ചേ കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് ജീവിച്ച് ശീലിക്കുക. അപ്പോൾ അത് ജീവിച്ച് ശീലിക്കണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും സാധിക്കും. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ എന്തെല്ലാം സാധനങ്ങൾ അത്യാവശ്യമാണെന്ന് തോന്നിയത് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്നതുപോലെ തന്നെ എത്രയോ കാര്യങ്ങൾ നമ്മൾ ഷോപ്പിങ്ങിനെല്ലാം പോകുമ്പോൾ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളായിട്ട് പോലും നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്നു, അത് ഉപയോഗിക്കാതിരിക്കുന്നു. എത്രയോ വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങിച്ചത്, ഇഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചത് ഉപയോഗിക്കാതിരിക്കുന്നു. ഇങ്ങനെ ധാരാളം സംഭവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സമ്പാദിക്കുവാൻ സാധിക്കും. അങ്ങനെ സമ്പാദിക്കാൻ സാധിച്ചവർക്ക് നിക്ഷേപിക്കാനുള്ള ധാരാളം അവസരങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ആർക്ക് നിക്ഷേപിക്കേണ്ടതുണ്ടെങ്കിലും ഞങ്ങളെ ബന്ധപ്പെടുക. ഉദാഹരണമായിട്ട് ഞങ്ങൾ അടുത്ത് ആരംഭിച്ചിട്ടുള്ളത് ബർജീൽ ജിയോജിത് ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണ്. $, ഡിനോമിനേറ്റഡ് ആണ്. അത് UAE രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫണ്ടാണ്. ലോകത്തിലെ ഏറ്റവും സമുന്നത യൂറോപ്യൻ സ്ഥാപനങ്ങളുടെ അപ്രൂവലോട് കൂടിയിട്ടുള്ള 10 ഇന്ത്യൻ ഫണ്ടുകളാണ് അതിൻ്റെ അംബ്രല ഫണ്ടാണ് ഞാൻ പറഞ്ഞ ഫണ്ട്. അതുകൊണ്ട് അതിലോ അല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിലോ
ഏതിൽ നിക്ഷേപിക്കണമെങ്കിലും എന്നെ ബന്ധപ്പെടുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.